ഹായ്, കഴിഞ്ഞ എൻ്റെ വീഡിയോസിൽ ഫ്യൂച്ചർ ടെൻസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. അതിൽ സിമ്പിൾ ഫ്യൂച്ചറും അതുപോലെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ചും പറഞ്ഞതാണ്. അതിൻ്റെ റൈറ്റിംഗ് ഫോർമേഷനും യൂസേജസും പറഞ്ഞതാണ്. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുകളാണ്. ഇപ്പോൾ പെർഫെക്റ്റ് ടെൻസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഒരു പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ്, അതിൻ്റെ വെർബുകൾ ക്രിയേറ്റ് ചെയ്തത്. പെർഫെക്റ്റ് ടെൻസുകൾ എല്ലായ്പ്പോഴും ഹാവ്, ഹാസ് എന്നീ ഓക്സിലറി വെർബുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വെർബ് എന്ന് പറയുന്നത് V3 എന്ന് പറയുന്ന എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് എന്ന് വെച്ചാൽ റിട്ടൺ ആയിരിക്കാം, സ്പോക്കൺ ആകും, ഗോൺ ആയിരിക്കും, ടേക്കൺ ആയിരിക്കും, ടോട്ട് ആയിരിക്കും. ടീച്ചിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ടാണ്, TAUGHT, ടാട്ട്. ഇങ്ങനെയാണ് എല്ലാ പെർഫെക്റ്റ് ടെൻസുകളിലും വെർബ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ, ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. ഹാവ് റിട്ടൺ, ഹാസ് റിട്ടൺ. എഴുതിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നാണ് വരിക പ്രസൻറ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നതാണ്. ഹാഡ് പ്ലസ് റിട്ടൺ, റിട്ടണിൻ്റെ അർത്ഥം സംസാരിച്ചിട്ട്. എല്ലാ പെർഫെക്റ്റ് ടെൻസിനെയും തനിച്ചെടുത്താൽ, അല്ല V3 വെർബുകളെയും തനിച്ചെടുത്താൽ അവക്ക് ഈ അർത്ഥമുണ്ട്. ഇപ്പോൾ റിട്ടൺ എന്ന V3ൻ്റെ അർത്ഥം എഴുതിയിട്ട് എന്നാണ്. ഗോൺ എന്നതിൻ്റെ അർത്ഥം പോയിട്ട് എന്നാണ്. ഇപ്പോൾ പോയിട്ട്, വന്നിട്ട്, കണ്ടിട്ട്, ഈ V3 വെർബുകളുടെ മുന്നിൽ ഹാസ്, ഹാവ് വരുമ്പോൾ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഇപ്പോൾ ഗോണിൻ്റെ മുമ്പിൽ ഹാഡ് വരും. അപ്പോൾ എന്താണ്, ഗോഡ് പോയിട്ടുണ്ട്, ഹാഡ് ഉണ്ടായിരുന്നു, പോയിട്ട് ഉണ്ടായിരുന്നു. ഹാഡ് ഗോൺ, ഷീ ഹാഡ് ഗോൺ, അവൾ പോയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് വിസിറ്റഡ്, അവൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് വൺ, ഞാൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ നേടിയിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് സ്റ്റഡീഡ്, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ഹെൽപ്ഡ്, ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് അങ്ങനെയാണ് വരിക. ഫ്യൂച്ചർ പെർഫെക്റ്റുകൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഏത് ഫ്യൂച്ചർ ടെൻസിനെയും അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് ഫ്യൂച്ചറാണെന്ന് മനസ്സിലാകുന്ന ഒരു സെൻറ്റൻസ് കണ്ടാൽ വലിയ ഷാൽ എന്നീ മൊഡാൽ ഓക്സിലുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഓക്സിലറിക്ക് ശേഷം പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം വിൽ ഓർ ഷാൽ പ്ലസ് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാസോ ഹാവോ ഹേഡോ വേണം. ഇവിടെ ഒറ്റ ഒന്നേ വരും, ഹാവ്. അതായത് വില്ല്, ഷാൽ, ഏത് ഓക്സിലറി വെർബിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്നത് V1, അതായത് ബേസ് വെർബായിരിക്കും. വിൽ ഗോ എന്നേ പറയും. ഒരിക്കലും വിൽ ഗോസ് എന്നോ, അല്ലെ ഷാൽ ഗോസ് എന്നോ, ഷാൽ വെൻഡ് എന്നോ, ഷാൽ ഗോൺ എന്നോ, ഷാൽ ടേക്സ് എന്നോ, ഷാൽ ടുക്ക് എന്നോ പറയില്ല. അതുകൊണ്ട് തന്നെ വിൽ ഓർ ഷാൽ പ്ലസ് ഓൺലി ഹാവ്, ഹാസ് ഉണ്ടാവില്ല, ഹാവ് ബേസ് വെർബാണ്. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 വെർബാണ്. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാവ് റിട്ടൺ, എഴുതിയിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് റിട്ടൺ, എഴുതിയിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുക വിൽ ഹാവ് റിട്ടൺ, എഴുതിയിട്ടുണ്ടാകും. വിൽ ഹാവ് ഗോൺ, പോയിട്ടുണ്ടാകും. വിൽ ഹാവ് സ്റ്റഡീഡ്, പഠിച്ചിട്ടുണ്ടാകും. വിൽ ഹാവ് വൺ, നേടിയിട്ടുണ്ടാകും. വിൽ ഹാവ് റീച്ച്ഡ്, എത്തിയിട്ടുണ്ടാകും. വിൽ ഹാവ് ഓപ്പൺഡ്, തുറന്നിട്ടുണ്ടാകും. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഒരു സെൻറ്റൻസ് പറയാണ്, ഞാൻ നാളെ 5 മണിക്ക് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടാവും. ഐ ഷാൽ ഹാവ് റീച്ച്ഡ് ദർ ബൈ ദ 5 o'clock ഇൻ ദ മോർണിംഗ്. ഈ ഫ്ലൈറ്റ് നാളെ 7 മണി ആകുമ്പോഴേക്കും ലണ്ടൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഫ്ലൈറ്റ് വിൽ ഹാവ് ലാൻഡഡ് ഇൻ ലണ്ടൻ എയർപോർട്ട് by the 7 o'clock tomorrow.
2025 ആകുമ്പോഴേക്കും അവൻ ഒരു ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി നേടിയിട്ടുണ്ടാവും. ഹി വിൽ ഹാവ് അച്ചീവ് എ ഗവൺമെൻറ് ജോബ് ബൈ 2025. നാളെ രാവിലെ ആകുമ്പോഴേക്കും അവൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടാകും. ഹി വിൽ ഹാവ് റീച്ച്ഡ് അറ്റ് ഡൽഹി ബൈ ദ മോർണിംഗ് ടുമാറോ. മാർച്ച് മാസം ആകുമ്പോഴേക്കും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. My post graduation will have been completed by the March month. അടുത്ത മാസമാകുമ്പോഴേക്കും അവൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടാകും. He will have returned from Delhi by the next month. ഇതാണ് പ്രസന്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുകൾ. ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു കൃത്യമായ പോയിന്റ് ഓഫ് ടൈം പറയും. നാളെ രാവിലെ എന്നോ, നാളെ രാവിലെ 5 മണിക്ക് മുമ്പിലെന്നോ, അടുത്ത വർഷമെന്നോ, 2025 എന്നോ, 2050 എന്നോ, നാളെ വൈകുന്നേരം എന്നോ, നാളെ ഉച്ചക്ക് മുമ്പിലെന്നോ എന്നുള്ള കൃത്യമായ ഒരു ഫ്യൂച്ചറിലെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ടൈം പറയുകയും അത് ആ ഒരു സമയത്തിന് മുമ്പേ ഒരു കാര്യം, ഒരു പ്രവൃത്തി എന്നൊക്കെ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യപ്പെടുമെന്ന് ഉള്ള അവസരങ്ങളിലാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം, ഒരു എയർപോർട്ടിൽ നമ്മൾ പോയിട്ട് ഒരു യാത്രയായപ്പോൾ കരിപ്പൂർന്നോ അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്രക്ക് നമ്മൾ പോയില്ല, നമ്മളെ കൂടെയുള്ള ബന്ധുവിനോ ആരോ യാത്രയാക്കി. അപ്പോൾ അവരിവിടുന്ന് ഇന്ന് രാവിലെ നമ്മൾ ഒരു 10 മണിക്ക് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ സപ്പോസ് ഇമോജിൻ നമ്മൾ എയർപോർട്ടിലുള്ള, അപ്പോൾ അവരെ ഫ്ലൈറ്റ് 12 മണിക്ക് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും. അപ്പോൾ 12 മണിക്ക് ഇവിടുന്ന് നമ്മൾ കേരളത്തിലൊരു എയർപോർട്ടിൽ നിന്ന് പോയ ഒരു ഫ്ലൈറ്റ് അതിൻ്റെ അനുമാനപ്രകാരം ഒരു ടൈം ഉണ്ടാവില്ല, ചാർട്ടർ ടൈമാണല്ലോ. 5 മണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും സൗദിയിൽ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ഒമാനിൽ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അത് ഭൂതകാല ഫ്യൂച്ചറിലെ ഒരു കൃത്യമായ പോയിന്റ് ഓഫ് ടൈമിന് മുമ്പിൽ ഇതേ കാര്യം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാൻ കാണിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും സൗദിയിൽ എത്തിയിട്ടുണ്ടാവും. ദിസ് ഫ്ലൈറ്റ് വിൽ ഹാവ് റീച്ച്ഡ് അറ്റ് സൗദി അറേബ്യ ബൈ ദ 5 o'clock ടുഡേ ഇൻ ദ ഈവനിങ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യണം. സപ്പോസ് യു ആർ ഇമേജിൻ വി ആർ ട്രാവലിംഗ് ബൈ എ ട്രെയിൻ. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യണം, നമ്മളിങ്ങനെ കോഴിക്കോട് എത്തി. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ ട്രെയിന് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകും. അതൊരു അനുമാനമാണ്, വേറെ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ എന്താണ്, ദിസ് ട്രെയിൻ വിൽ ഹാവ് റീച്ച്ഡ് അറ്റ് സെൻട്രൽ സ്റ്റേഷൻ ഓഫ് തിരുവനന്തപുരം ബൈ ദ 6 o'clock ഇൻ ദ ഈവനിങ്. നമ്മളൊരു കോഴ്സിന് പഠിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് 2025 ആകുമ്പോഴേക്കും എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ടാകും. അപ്പോൾ 2025 ആകുമ്പോഴേക്കും 4 മണി ആകുമ്പോഴേക്കും പറഞ്ഞാൽ ബൈ ദ 4 o'clock ഇൻ ദ ഈവനിങ് ബൈ 2025 ഇങ്ങനെയാണ് ആകുമ്പോഴേക്കും പറയാം. നാളെ രാവിലെ ആകുമ്പോഴേക്കും ആണെങ്കിൽ ബൈ ദ മോർണിംഗ് ടുമാറോ, ബൈ ദ മോർണിംഗ് ടുമാറോ, ബൈ ദ ഈവനിങ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പറയുന്നത് 2025 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടാകും. 2025 ആകുമ്പോഴേക്കും ഐ ഷാൽ ഹാവ് കംപ്ലീറ്റഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ബൈ 2025. ഇതാണ് ഇതിൻ്റെ പ്രയോഗം. എന്ന് വെച്ചാൽ ഭാവിയിലെ ഒരു കൃത്യമായ സ്പെസിഫിക് ടൈം, ആ പീരിയഡ് ഓഫ് ടൈമിന് മുമ്പിൽ, ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ സമയത്തിന് മുന്നേ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറയുന്നത്. ഇപ്പം ഏപ്രിൽ അല്ലെങ്കിൽ മെയ് അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ഡിഗ്രി പരീക്ഷകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അവർ ഡിഗ്രി എക്സാമിനേഷൻ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദ മന്ത് ഓഫ് മെയ്, അല്ലെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് മെയ്. ഈ മാസം അവസാനമാകുമ്പോഴേക്കും, ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അവൻ ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടാവും. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഹി വിൽ ഹാവ് റിട്ടേൺ ഫ്രം ലണ്ടൻ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ഇങ്ങനെയാണ് പ്രസൻറ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു കൃത്യമായ പീരീഡ് ഓഫ് ടൈമിന്, ഫ്യൂച്ചറിലെ ഒരു പീരീഡ് ഓഫ് ടൈം പറയും, അതിന് മുന്നേ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നത് കാണിക്കാനാണ്